അവനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തൻ്റെ എഴുത്തുകളിലൂടെ പ്രധാനമായി ഊന്നിപ്പറയുന്ന 3 വസ്തുതകൾ. ഒന്ന്, സ്നേഹത്തെപ്പറ്റിയാണ്. 2, വിശ്വാസം. 3, ഫെലോഷിപ്പ്. ഇത് മൂന്നും ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് നാം ഉൾക്കൊള്ളേണ്ട 3 വസ്തുതകളാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ 29 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു? യേശുക്രിസ്തുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു? യോശുവ, മശിഹ, രക്ഷകൻ, അഭിഷിക്തൻ, യേശുക്രിസ്തു, ക്രിസ്റ്റോസ്, ലോർഡ്, അഭിഷിക്തനായ, രക്ഷകനായ, വീണ്ടെടുപ്പുകാരനായ കർത്താവ് എന്ന് മറിയമിൽ നിന്ന് ജനിച്ച വചനം ജഡമായി തീർന്ന കർത്താവായ മശിഹ തമ്പുരാനെ നിഷേധിക്കുന്നവനാണ് യഥാർത്ഥ കള്ളൻ. ക്രിസ്തീയ നാമധാരികളായിരിക്കാം നമ്മിൽ പലരും. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നിഷേധികളായിത്തീർന്നെങ്കിൽ അവർ ക്രിസ്തുവിൻ്റെ നാമധാരികളെന്നല്ലാതെ ക്രിസ്തുവിന് യോഗ്യതയുള്ളവരല്ല. അവരെ കള്ളന് തുല്യനാണ്. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. ക്രിസ്തുവിനെ തള്ളിക്കളയുകയും ഏകജാതനായ പുത്രനെ അയച്ച പിതാവിനെ അറിയാതിരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അവരാണ് സത്യത്തിൽ ക്രിസ്തീയ നാമധാരികളായ അന്തിക്രിസ്തുക്കളായി ഈ ലോകത്തിലുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ടാണ് 22-23 വാക്യങ്ങൾ പറയാണ്, ബിവെയർ ഓഫ് ഡിസീവേഴ്സ്, ഫാൾസ് ടീച്ചേഴ്സ്, ദേ ആർ ജസ്റ്റ് ലൈക്ക് ആൻറ്റി ക്രൈസ്റ്റ്. അതുകൊണ്ട് ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവൻ പിതാവാം ദൈവവുമായിട്ട് യാതൊരു കൂട്ടായ്മയും ഇല്ലാത്തവനാണ്. അതാണ് ഒന്നാമത് ഇവിടെ പറയുന്നത്. 24-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കുന്നു. ആദ്യം മുതൽ എന്താണ് കേട്ടത്? ആദ്യം മുതൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ സഭ സ്ഥാപിക്കപ്പെട്ട അപ്പസ്തോലിക കാലം മുതൽ, ആദ്യം മുതൽ. പഴയ നിയമപ്രകാരം ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പ്രാർത്തു, കൃപയും സത്യവും ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു എന്ന് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നു. തൻ്റെ ലേഖനം ആരംഭിക്കുന്നത് 1-ാം ലേഖനത്തിൽ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പം ആദ്യം മുതൽ പരിശുദ്ധ സഭയ്ക്ക് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ജീവനുള്ള കല്ലുകളായ ആത്മാക്കളും ചേർന്ന ആത്മീയ ഗ്രഹം, അതിൽ ആദ്യമായി സുവിശേഷിക്കപ്പെട്ട സുവിശേഷങ്ങൾ, നല്ല വാർത്തകൾ, ആദ്യം മുതലുള്ള വചനങ്ങൾ, ആദ്യമുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ,
കർത്താവിൽ നിന്ന് സ്വീകരിച്ച ശിഷ്യന്മാരുടെ പഠിപ്പിക്കലുകൾ, ഇതിൽ നിന്ന് നമ്മൾ പിന്മാറുവാൻ ഇടയാകരുത്. ആദിൽ മുതൽ നൽകപ്പെട്ട സത്യവിശ്വാസത്തിൽ നിലനിൽക്കുക. എബൈഡ് ഇൻ ദ ഒറിജിനൽ ടീച്ചിങ് ഓഫ് അപ്പസ്റ്റോലിക് പീരീഡ്. നമുക്കറിയാം, ക്രിസ്തീയ സഭാചരിത്രത്തിൽ നൂറ്റാണ്ടുകൾ വന്നിട്ടുള്ള പലവിധമായ മാറ്റങ്ങളും റിഫർമേഷൻസ്, അതിനുശേഷമുള്ള പ്രൊട്ടസ്റ്റന്റിസം, അതിനുശേഷം 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിൽ വരുമ്പോഴത്തേനുള്ള ന്യൂ ജനറേഷൻ കോൺഗ്രിഗേഷൻസ്, ഇതൊക്കെ സമർത്ഥമായി നമ്മുടെ ചുറ്റുപാടും ഉള്ളപ്പോഴാണ് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ആദ്യം മുതൽ നിങ്ങൾ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധനായ യൂദാ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നതും അതുതന്നെയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ 2-ാമത്തെ വാക്യം, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സഭയുടെ ആദ്യ കാലഘട്ടം മുതൽ ഈ പ്രതിസന്ധികൾ നിൽക്കുന്നു. ഇന്ന് നാം 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ വചന കേൾവി സമർത്ഥമായ ലഭിക്കുന്നുണ്ട്. കേൾക്കുന്ന വചനങ്ങളെ വകതിരിച്ചറിയുവാനും വിവേകശക്തിയോടുകൂടി സ്വീകരിക്കുവാനുമുള്ള പരിശുദ്ധാത്മാവ് ശക്തി നമ്മൾക്ക് നഷ്ടപ്പെട്ടാൽ സത്യം നമ്മിൽ നിന്ന് അകന്നുപോകും. സത്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറും. പിതാവും പുത്രനുമായ കൂട്ടായ്മയിൽ നിൽക്കണമെങ്കിൽ അടിസ്ഥാനമായ പ്രമാണങ്ങൾ നമ്മൾ മറക്കരുത്. അടിസ്ഥാനപരമായ കർത്താവ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്വർഗരാജ്യ സത്യങ്ങൾ നമ്മൾ അതിൽ പിന്മാറും. 25-ാമത്തെ വാക്യം, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിത്യജീവൻ, അതാണ് ഏറ്റവും വിലപ്പെട്ട വാഗ്ദത്തം. അതിനെയൊക്കെ മറന്നുകൊണ്ട് ഈ താൽക്കാലികമായ ഈ ഭൂമിയിലെ വാസത്തിൽ സമ്പത്തും സമൃദ്ധിയും രോഗസൗഖ്യവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന സുവിശേഷ പ്രഘോഷണങ്ങളുടെ കാതലില്ലായ്മ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഗോഡ്സ് പ്രോമിസസ് ഈസ് എവ്രിതിങ് റിലേറ്റഡ് ടു എറ്റേണൽ ലൈഫ്. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നിത്യ ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദൗ ഹൂ എബൈഡ് ഇൻ ഹിം, ആര് അവനിൽ വസിക്കുന്നുവോ അവന് നിത്യജീവനുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ മുന്തിരിയും അതിൻ്റെ കൊമ്പുകളുമായി ക്രിസ്തുവിൽ വസിപ്പീൻ, ദൈവത്തിൽ വസിപ്പീൻ. എന്തിനാണ് നാം മാമോദിസായേറ്റ് ഒരു ബഡ്ഡിങ് പ്രോസസ്സ് പോലെ ക്രിസ്തു ആകുന്ന തായ്തടിയിൽ നമ്മളൊരു മുകുളം പോലെ ഒട്ടിച്ചു ചേർക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടത്? അത് ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ വളർന്ന് ഫലം കായ്ച്ച് ക്രിസ്തുവിൽ ഈ ഭൂമിയിലും വരാനുള്ള ഭൂമിയിലും ആയിരിക്കാനാണ്. അത് നിത്യജീവനിലേക്കാണ്. അതിനാണ് ക്രിസ്തുവിൽ നാം വസിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്ക് നിത്യജീവനെതിരായി വരാൻ പോകുന്ന സൗഭാഗ്യത്തിന്, ഈ ലോകത്തിന് അപ്പുറമായ സ്ഥലകാല ഭേദങ്ങളൊക്കെ വിച്ഛേദിക്കുന്ന നിത്യസൗഭാഗ്യം, സ്വർഗീയ കൂട്ടായ്മ, അത് മറന്നുകൊണ്ടുള്ള എല്ലാ സുവിശേഷവും അന്ത്യക്രിസ്തുവിൻ്റെ വചനങ്ങളോട് ചേർത്ത് വായിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. യൂദാ ശ്ലീഹ എഴുതിയ പോലെ തന്നെ ഇത് പ്രബോധിപ്പിക്കണമെന്ന്
ഈ കാലഘട്ടത്തിലും വളരെ ആവശ്യമാണ്. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. സത്യത്തിൽ ആരാണ് ഉപദേശി? ആരാണ് ഉപദേശകൻ? വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് ഓർപ്പിക്കുന്ന ഒരു വസ്തുത 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരും. ഞാൻ ചോദിക്കും, പിതാവ് അയക്കും. അത് സത്യത്തിൻ്റെ ആത്മാവ്. നമ്മൾ വീണ്ടും 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, പിതാവ് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. സത്യത്തിൻ്റെ ആത്മാവ്, അവനാൽ പ്രാപിച്ച അഭിഷേകം, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചു എന്ന് ബോധ്യമുള്ള എല്ലാവരും ആ അഭിഷേകം നമ്മൾ വസിക്കുന്നു. കൈവപ്പിനാൽ കിട്ടിയതിനെ നമ്മൾ ജ്വലിപ്പിക്കണമെന്ന് പൗലോസ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്. നമുക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്, ആ അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. സോ ഏത് ആത്മീയ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലും നല്ല ഉപദേശകനായി ആദ്യം നാം സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. ഒരിക്കലും നമ്മെ വേണ്ടാത്ത വഴിയിൽ നയിക്കാത്ത, സത്യത്തിൽ മാത്രം നമ്മളെ നിർത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരും. അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കും. അതാണ് സത്യത്തിൻ്റെ ആത്മാവ് എന്ന് യോഹന്നാൻ ശ്രീഹതൻ എഴുതുന്നത്. അതുകൊണ്ട് അവനിൽ നാം വിശ്വസിക്കണം. സത്യം ആരാണ് സത്യം? ഐ ആം ദ ട്രൂത്ത് എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഐ ആം ദ ട്രൂത്ത്. സത്യം ആവുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ സത്യമായി ബോധ്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വീണ്ടും നമ്മൾ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ 26-27 വാക്യത്തിൽ ദി അനോയിൻറ്റിങ് ടീച്ചേഴ്സ് all things through the Holy Spirit. നമുക്ക് ലഭിച്ച അഭിഷേകം നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, ദാറ്റ് ലീഡ്സ് ടു ഓൾ ട്രൂത്ത്. അതെല്ലാം സത്യത്തിലേക്ക് നമ്മളെ നയിക്കും. 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കോൺഫിഡൻസ് അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ്. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. വൈ ഷുഡ് വി അബൈഡ് ഇൻ ക്രൈസ്റ്റ്? എന്തിനാണ് അവനിൽ വസിക്കുന്നത്? തൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാനിടയാകരുത്. അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകാൻ. അപ്പോൾ ക്രിസ്തുവിനോട് അനുദിന ജീവിതത്തിൽ വ്യക്തിപരമായ ബന്ധം ക്രിസ്തുവിൽ സൂക്ഷിച്ച് ക്രിസ്തുവിനോട് കൂടെ വസിക്കണം, അവനിൽ വസിക്കണം. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്ന നല്ല മാർഗം അതാണ്. ഇഫ് യു ഈറ്റ് മൈ ബോഡി ആൻഡ് ഡ്രിങ്ക് മൈ ബ്ലഡ്, ഐ വിൽ അബൈഡ് ഇൻ യു ആൻഡ് യു വിൽ അബൈഡ് ഇൻ മീ. ഇതാണ് പൗരസ്ത്യ സഭ സാക്രമെൻറ്റുകളുടെ മകുടമെന്ന് വിളിക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് വളരെ വിലമതിക്കുന്ന, വളരെ ആഴമുള്ള, വളരെ സൗഭാഗ്യം നിറഞ്ഞ, നിത്യജീവന് അടിസ്ഥാനപരമായ ഒന്നായി വിശുദ്ധ കുർബാനയെ നമ്മൾ കൂദാശകളുടെ കൂദാശയായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്.
അതുതന്നെയാണല്ലോ ഫിലിപ്പ് ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ, ദ ഇമോർട്ടൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇമോർട്ടൽ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. അത് നമ്മുടെ മോർട്ടൽ ബോഡി, നശ്വരമായ കർത്താവിൻ്റെ ശരീരം, നശിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരത്തിലേക്ക് നമ്മൾ ആവാഹിക്കുമ്പോൾ ഗ്രാജുവലി ദിസ് മോർട്ടൽ വിൽ ട്രാൻസ്ഫോം ഇൻ ടു ഇമ്മോർട്ടൽ. അതാണ് ക്രിസ്തു തലയോളം വളരും എന്ന് പൗലോസ് ഓർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഇവിടെ സെബദി പുത്രന്മാർ വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലും സെബദി പുത്രന്മാരുടെ അമ്മ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ സ്വർഗരാജ്യത്തിൽ വരുമ്പോൾ ഇവരെ ഇടത്തും വലത്തും വെൽക്കണം. ഈ സഹോദരങ്ങൾ ചോദിക്കുന്ന മറ്റൊരു വെർഷനാണ്. സഹോദരങ്ങൾ ചോദിക്കുന്നത്, കർത്താവേ, നീ നിൻ്റെ മഹത്വത്തിൽ ഞങ്ങളെ ഇടത്തും വലത്തും വെക്കണം. ഒരു കാരണവശാലും അത് സാധ്യമല്ല എന്ന് നമ്മൾ നോക്കണം. മൂഢമായ നമ്മുടെ ബോധ്യങ്ങൾ, ക്രിസ്തുവിനെ അനുകരിക്കുമ്പോഴും മൂഢമായ ബോധ്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാകാനിടയാകരുത്. അതാണ് പ്രത്യക്ഷതയിൽ നമുക്ക് എന്താണ് ലഭിക്കേണ്ടത്. ആ പ്രത്യക്ഷതയിൽ ധൈര്യത്തോടെ നാം നിൽക്കുമ്പോൾ നമ്മളാകേണ്ട സ്ഥാനത്ത് നമ്മളാകും. ഒന്ന്, വിശുദ്ധനായ യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 2 നമ്മൾ വായിക്കുമ്പോൾ, പ്രിയരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു എന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനോട് സദൃശ്യന്മാരാകും. നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ പ്രത്യക്ഷമാകും. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്നവർക്കാണ് ക്രിസ്തു എന്തായിരിക്കുന്നു, ആരായിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ കാണാനായിട്ട് സാധിക്കുന്നു. അവനോട് നമ്മൾ സദൃശ്യനാകുവാൻ ഈ ഭൂമിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർണ്ണതയിൽ ക്രിസ്തുവിൻ്റെ ആ ഗ്ലോറി, മഹത്വം കാണാനായി സാധിക്കുകയുള്ളൂ. സോ ലെറ്റ് us abide in Christ. ക്രിസ്തുവിൽ നമുക്ക് വസിക്കാം, ക്രിസ്തുവിൽ നമ്മൾക്ക് വസിക്കാം. അവസാനം പറഞ്ഞു നിർത്തുന്ന വാക്യം, ദ റൈച്ചസ്നെസ് ആസ് എ സൈൻ ഓഫ് ന്യൂ ബർത്ത്. വീണ്ടും ജനിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളം നീതിയാണ്. നീതിക്കായി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകും. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും, എല്ലാ അനുഭവങ്ങളിലും, എല്ലാ ക്രയവിക്രയങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും, ഈവൻ വ്യക്തി ജീവിതത്തിൽ പോലും നീതി അന്വേഷിക്കുക. നീതിയെ വെള്ളം പോലെ ഒഴുക്കിക്കളയാതിരിക്കുക. ദൈവം നീതിമാനാകുന്നു. നീതി പുലർത്തുക, നീതിയിൽ ജീവിക്കുക, നീതി പാലിക്കുക, നീതി പരിപാലിക്കുക, ദൈവവുമായിട്ടുള്ള നീതിപൂർവമായ ബന്ധത്തിൽ ജീവിക്കുക. ദൈവം നീതിമാനാണ്. നീതി എന്നത് ദൈവത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ആ ദൈവത്തിൽ അന്തർലീനമായ ആ നീതിയിൽ നമ്മൾ വസിക്കണം. അതുകൊണ്ടാണ് 29-ാമത്തെ വാക്യം, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ. നമ്മുടെ ദൈവം നീതിമാനാണ്, ആരോടും അനീതി ചെയ്യാത്തവനാണ്. വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ എനിക്ക് ഒരാളൊരു മെസ്സേജ് ഇട്ടു. 400 പേർ മരിച്ചെങ്കിൽ സോദോമിൽ അബ്രഹാം ഒരു നീതിമാനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ. അച്ഛാ, ഈ 400 പേരിൽ ഒരു നീതിമാൻ പോലും വയനാട്ടിലില്ലാതെ പോയോ? ദൈവം അവിടെ അനീതി പ്രവർത്തിച്ചോ? നമ്മൾ ദൈവം നീതിമാനെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നീതിപൂർവം വ്യാപരിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുകയില്ലായിരുന്നു. പരിസ്ഥിതിയെ ദൈവം പരിപാലിക്കാൻ പറയുമ്പോൾ അതിനെ ചൂഷണം ചെയ്യുവാൻ അതിൻ്റെ സ്ഥാനികളായിരിക്കുന്നവർ, ചുമതലപ്പെട്ടവർ കണ്ണടച്ചുകൊണ്ട്
ചൂഷണത്തിന് വേണ്ടി അവസരങ്ങൾ ഒരുക്കുമ്പോൾ നിരപരാധികളായ അനേക ജന്മങ്ങൾ മണ്ണടിഞ്ഞു പോകുന്നത് ദൈവം നീതിമാൻ അല്ലാത്തതുകൊണ്ടല്ല. ദൈവം നീതിമാനാണ്. ദൈവം ഹീസ് റൈച്ചസ് ഓൾവേസ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ വസിക്കണം. എങ്കിൽ അവൻ നീതിമാൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നറിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. പലവിധമായ ആർഗ്യുമെൻറ്റ്സ് നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ പ്രതികരണത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഇടപാടിൽ ഈ ഭൂമിയിൽ ലവലേശം പോലും നീതിയുടെ അംശമില്ലെങ്കിൽ നമ്മൾ അവനിൽ ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാം. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ വസിക്കണം. ദൈവത്തിൻ്റെ നീതി വളരുവാൻ സഹായിക്കണം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അബ്രാൻ്റെ വലിയ കൃപയിൽ നമ്മളെ ബലപ്പെടുത്തട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്ന് ആ മഹത്വത്തിനു വേണ്ടി, മഹത്വപ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. സത്യസുവിശേഷം ആദ്യം മുതൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിത്യജീവനെ പറ്റിയുള്ള സുവിശേഷമാണ്. അല്ലാതെ ലോകമയമായ ഒരു സുവിശേഷവും ദൈവത്തിൽ നിന്നുള്ളതല്ല, ക്രിസ്തുവിൽ നിന്നുള്ളതല്ല. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. സഹോദരങ്ങളെ, ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് ആത്മീയമായി ചൈതന്യം നൽകുന്നതെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇതൊരു ആത്മാവിൻ്റെ നേടുവാനുള്ള ശ്രമമാണ്. ഇറ്റ്സ് എ സോൾ വിന്നിങ് പ്രോസസ്സ്. നിങ്ങൾ ഒരാത്മാക്കളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർ, അവർ നശിച്ചു പോകുന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ ഈ വചനം അവർക്കൂടെ കേൾക്കുവാൻ സാഹചര്യങ്ങളെ നൽകുക. അങ്ങനെ ദൈവരാജ്യം വിപുലമാകട്ടെ. നമുക്ക് അനർഹമായ ഒന്നും ദൈവത്തോട് ചോദിക്കുക എന്നുള്ളതല്ല. ദൈവരാജ്യ വിപുലീകരണത്തിന് നമുക്ക് ശക്തമായ വിശ്വാസവും ആത്മാവിൻ്റെ ചൈതന്യവും ആവശ്യമാണ്. ദൈവം ഈ വചനം കേട്ട നിങ്ങളെല്ലാവരെയും, ഈ വചനം പറഞ്ഞ ബലഹീനനായ എന്നെയും ദൈവം തൻ്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തട്ടെ. ഇത് നാശത്തിന് യോഗ്യമാകാതെ, ശിക്ഷയ്ക്ക് ഇടവരാതെ ഈ വചന കേൾവി രക്ഷാനിർണയം കൂടുതൽ നൽകുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. ആമേൻ.